ഹലോ ഗൈസ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മധുസൂദനൻ വീട്ടിൽ വന്നിട്ട് വിമലയോട് പറയാണ്, നിൻ്റെ ഒറ്റൊരാളുടെ വാക്ക് കേട്ട് പെൻഷൻ തടഞ്ഞു വെച്ചിട്ടേ എൻ്റെ കയ്യിൽ നിന്നും കൂടെ കാശ് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയായി എന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിമലയ്ക്ക് ആകെ വിഷമമാവുകയാണ്. എന്നിട്ട് പറയാണ്, അതെന്തിനാ നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും എടുത്ത് കൊടുക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മധുസൂദനൻ പറയാം, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ജഡ്ജി വിധിച്ചതാണ്, ഇനിയിപ്പോൾ അതും കൂടെ ചെയ്യാതിരുന്നാൽ എൻ്റെ ഉള്ള വിലയും കൂടെ പോകും. ഇനി ഓഫീസിലുള്ള വിലയോ പോയി, ഇനി ബാക്കിയും കൂടെ നീ കളഞ്ഞു തരരുതെന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്താണ് ശ്രീകാന്തിനെയും കൊണ്ട് വർഷം വീട്ടിൽ വരുന്നത്. ശ്രീകാന്ത് ആണെങ്കിൽ മധുസൂദനെ കാണുമ്പോൾ തന്നെ രവീന്ദ്രനുമായിട്ടുള്ള അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഇവർ പരസ്പരം സംസാരിക്കുകയാണ്. ശ്രീകാന്തിനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുവാണ്, അങ്കിളിന് എന്നെ ഓർമ്മയില്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ ചടങ്ങി വെച്ചിട്ടാ അന്ന് പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഭാവവ്യത്യാസം കാണുമ്പോഴേക്കും ശ്രീകാന്ത് ഇറങ്ങുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് വർഷം പറയുന്നുണ്ട്, നിൽക്ക് കാപ്പ് കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശ്രീകാന്ത് പറയുന്നുണ്ട്, തിരക്കുണ്ട്, ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്ന വർഷയോട് വിമല പറയാണ്, നീ എന്തുദ്ദേശിച്ചാടി ഇവൻ്റെയൊക്കെ പുറകെ ചുറ്റിക്കറങ്ങുന്നത്? ഇനി ഞങ്ങളില്ലാത്തപ്പോഴും വീട്ടിൽ കേട്ടുമോ എന്ന് ചോദിച്ചപ്പം, തെറ്റെല്ലാം തോന്നുന്നത് എന്ത് ഞാൻ ചെയ്യും, നിങ്ങളില്ലാത്തപ്പോഴൊന്നും അല്ലോ ഉള്ളപ്പോൾ തന്നെയല്ലേ ഞാൻ കൊണ്ടുവന്ന് എന്നൊക്കെ വർഷം ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന മധുസൂദൻ ഒന്നും മിണ്ടാൻ പറ്റാത്തവർ അവിടെ ഇരിക്കുക. എന്നിട്ട് പറയാണ്, മോളെ അവരൊന്നും നിൻ്റെ അടുത്ത് നല്ല ഉദ്ദേശത്തോടെ അല്ല വരുന്നത്, നിനക്കറിയാൻ പാടില്ല എന്നിട്ടാന്നൊക്കെ പറയുവാണ് വർഷയോട്. അപ്പം ചോദിച്ചു, എന്ത് നല്ല ഉദ്ദേശത്തോടെ അല്ലാന്ന്, എനിക്ക് ശ്രീകാന്തിനെ നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പം ശ്രീകാന്തിൻ്റെ അച്ഛനുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മധുസൂദനം പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വർഷം ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് ആവശ്യമില്ലാതെ പെൻഷൻ തടഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഞാൻ എന്തിനാണ് മിണ്ടായിരിക്കുന്നത്? നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർത്തോണം, ഞാൻ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനോട് മിണ്ടാതിരിക്കുന്നതാണോ നിങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് വർഷം കയറി പോവാണ്. ഇത് കേൾക്കുന്ന മധുസൂദനും വിമലയ്ക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ്. കാരണം വർഷയോട് എതിർത്തിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാവുക. പിന്നെ കാണിക്കുന്ന സച്ചി രവീന്ദ്രനെയും കൊണ്ട് വീട്ടിലെത്തുന്നതാണ്. വീട്ടിലെത്തുമ്പോഴേ പറയാണ്, എടി ആരതി എടുത്തിട്ട് വാ എന്ന് രവതിയെ വിളിച്ച് പറയുവാണ് കേട്ടോ. എന്നിട്ട് വെളി വെച്ച് തന്നെ രവീന്ദ്രൻ്റെ മാല ഇടുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ മോനെ എനിക്ക് മാല ഇടുന്നത്, ഇതൊക്കെ ദൈവത്തിന് ഇട്ടാൽ പോലെ എന്ന് ചോദിക്കുമ്പോൾ, ഈ വീട്ടിലെ ദൈവ അച്ഛനാണ്, എൻ്റെ ദൈവ അച്ഛനാന്ന് പറഞ്ഞ് മാലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് ചന്ദ്രമതി ഇതെന്തായി കാണിച്ചു കൂട്ടുന്നെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് ശ്രുതിയും അവിടെ ഉണ്ട് കേട്ടോ. രേവതി വന്ന് ആരതി ഒഴിഞ്ഞ് കയറ്റുവാണ്. കയറ്റാന്നിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ കേസ് ജയിച്ചു, അതിന് ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റുന്നത്, എന്താ വേണ്ടതെന്ന് ചന്ദ്രമതിയോട് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ കേസ് ജയിച്ചു, ഇനി കാശൊക്കെ കിട്ടും എന്ന് അറിഞ്ഞപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് പിന്നെ വേണ്ടേ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടെ നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, കാശ് കിട്ടുന്ന കാര്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ രേവതിക്ക് മുമ്പേ പോയി ആരതി എടുത്തുകൊണ്ട് വന്നേനെ എന്നിങ്ങനെ കളിയാക്കി പറയുവാണ് കേട്ടോ. കഴിഞ്ഞ ശ്രുതി അങ്കിളിന് കൺഗ്രാജുലേഷനൊക്കെ പറയുന്നുണ്ട് കേസ് ജയിച്ചതിന്. അത് കഴിഞ്ഞ് അകത്ത് വന്നിരിക്കുമ്പോൾ സച്ചി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ കാശെടുത്ത് മാറ്റി വെച്ചേക്കണം, ഇവിടെ ചില കള്ളന്മാരുള്ള, നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എല്ലാം ഈ വീട്ടിൽ വന്ന് കയറിയ മരുമോളുടെ ഐശ്വര്യ, എൻ്റെ ശ്രുതിമോളുടെ ഐശ്വര്യം, മോളുടെ രാശി കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായേ എന്നിങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് വിഷമമാവുകയാണ് കേട്ടോ. രേവതിയുടെ വിഷമം കാണുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അത് കറക്റ്റാണ്, ഇവരുടെ രാശി കൊണ്ടൊന്നും അല്ല, അച്ഛൻ കഷ്ടപ്പെട്ടു, അച്ഛന് കാശ് കിട്ടി, അല്ലാതെ ഇവർക്കെന്ത് രാശി എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, അച്ഛാ അമ്മയെ വിളിച്ച് പറയുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രവീന്ദ്രനോട് മുത്തശ്ശിയെ വിളിക്കുവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അമ്പലത്തിലാണ്, എന്താടാ മോനെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ കേസ് ജയിച്ച കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് നിൽക്കുവാണ് നമ്മുടെ മുത്തശ്ശിക്ക്. അത് കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊക്കെ വീട്ടിൽ കയറി വന്ന മരുമോളുടെ രാശിയാന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ശ്രുതിയുടെ കാര്യമെന്ന് ഓർത്ത് ആകെ സന്തോഷിക്കുവാണ് കേട്ടോ. ചന്ദ്രയൊക്കെ നമ്മുടെ രേവതിയുടെ മുഖത്ത് ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയാണ്, എൻ്റെ രേവതി മോളുടെ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അടി കിട്ടിയ പോലെ ആവുകയാണ്. ആകെ ചമ്മി നാറി നിൽക്കുവാണ് ബാക്കി എല്ലാവരും. അപ്പോഴത്തേക്ക് സച്ചി എന്താ മുത്തശ്ശി പറഞ്ഞാൽ കേട്ടില്ല എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ മുമ്പിലോട്ട് എടുത്തു വെക്കുവാണ് കേട്ടോ ഫോണ്. അപ്പോഴേക്കും പറയാം, രേവതി മോളുടെ ഐശ്വര്യം കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്, നടത്തേണ്ട ചടങ്ങുകളൊക്കെ കറക്റ്റായിട്ട് നടത്തിയില്ലേ, താലിമാറ്റൽ ചടങ്ങൊക്കെ, മാറ്റിക്കെട്ടൽ ചടങ്ങൊക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഓരോരോ നല്ല കാര്യങ്ങൾ ആ വീട്ടിലുണ്ടായി, ഇനിയും ഓരോ നല്ല കാര്യങ്ങൾ വരും എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുന്ന, അതും കൂടെ ഈ മുത്തശ്ശിയുടെ കയ്യിലോട്ട് എത്രയും പെട്ടെന്ന് തരണം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതൊക്കെ മുത്തശ്ശി എങ്ങനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ അറിഞ്ഞു, അവൾക്ക് 4 കുഞ്ഞുങ്ങളുണ്ടാകുന്നതായിട്ട് മുത്തശ്ശി സ്വപ്നം കണ്ടതെന്ന് പറയുമ്പം മുത്തശ്ശി പറയാണ്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ സച്ചി പെട്ടെന്ന് നെഞ്ചിക്ക് വെച്ചിട്ട് 4 എന്നിട്ട് മുത്തശ്ശിയോടും വീണ്ടും പഴയ ചോദ്യം ചോദിക്കുക, മുത്തശ്ശിക്ക് എത്ര നാൾ കഴിഞ്ഞ് അച്ഛനുണ്ടായെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ആകെ ചമ്മലുന്നാണോ, രവീന്ദ്രൻ ഇങ്ങനെ ഇവൻ അമ്മയോടും ഇത് ചോദിക്കുവാണോ എന്നുള്ള രീതിയിൽ ഇരിക്കുവാണ് കേട്ടോ. ചന്ദ്ര ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ഇനി എന്ത് കൂത്താന്നുള്ള രീതിയിൽ ചന്ദ്ര എവിടെ നിൽക്കുക.
അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, സച്ചി പറയുവാണ് മുത്തശ്ശിയോട്, ഇവൻ 12 മാസം കഴിഞ്ഞുകൊണ്ടായി കാശും അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ നിർത്തട ആ കാര്യം വിട് എന്നിങ്ങനെ പറയുവാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് 3 ആൺമക്കൾ, എനിക്ക് ഒരാൺകൊച്ച്, ഇനി നിങ്ങൾക്കൊരു പെങ്കൊച്ചുണ്ടാകണം, ഒരു മഹാലക്ഷ്മിയെ പോലെ ഒരു പെങ്കൊച്ച്, അത് ഈ മുത്തശ്ശിയുടെ ആഗ്രഹം എന്ന് പറയുവാണ്. ആ സമയത്ത് എല്ലാം കേട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ തലയാട്ടിയിട്ട് ശരി മുത്തശ്ശി അതിനെന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.